ഏവർക്കും അച്ചായൻസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓംലെറ്റ് പുളിങ്കറിയാണ്. സത്യം പറഞ്ഞൊരു വെറൈറ്റി പുളിങ്കറിയാണ്. പുളിങ്കറി ചിലപ്പോൾ നിങ്ങൾ പലരും കഴിച്ച് കാണും. അതിൻ്റെ കൂടെ ഓംലെറ്റും കൂടി ഇട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി വെറൈറ്റി ഐറ്റം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അധികം നേരമൊന്നും വേണ്ട. മാക്സിമം പോയാൽ ഒരു അരമണിക്കൂറിൻ്റെ അകത്ത് ഇത് ചെയ്തെടുക്കാം. അരമണിക്കൂർ എടുക്കാൻ കാരണം അതിന് മത്തങ്ങ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്ന ഒരു സമയം, അത് മാത്രമല്ല. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മതി ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്യുന്നത് മത്തങ്ങ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് കോൽപ്പുളിയാണ് ഉപയോഗിക്കുന്നത്. കോൽപ്പുളി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി നല്ലവണ്ണം പിഴിഞ്ഞ് അരിച്ച് കുക്കറിലേക്ക് ഒഴിക്കുക. ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഈ കാണിച്ചിരിക്കുന്ന പോലെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി കുക്കറിലിടുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുക. അങ്ങനെ നമ്മുടെ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ വെച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അല്പം കടുക് ഇട്ട് പൊട്ടിക്കുക. ഇതിലോട്ട് ചുവന്നുള്ളി ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞിടുക. ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള ചെറിയൊരു കഷ്ണം ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്താലും മതി. ഞങ്ങളിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മത്തൻ ഫുൾ വെള്ളത്തോട് കൂടി തന്നെ അതിലോട്ട് ഒഴിച്ച് നല്ലോണം ഇളക്കി നമുക്കിതിന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ നേരത്ത് നമുക്ക് മത്തനെ ഒന്ന് ചെറുതായി ഉടച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ എന്താ പറയുക, നമ്മുടെ ചാറ് അല്പം കട്ടിയായി കിട്ടും. അപ്പോൾ ഒന്ന് ഉടച്ചെടുത്ത് ഒന്ന് തിളപ്പിക്കുക. അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുളിങ്കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലോട്ട് ചെയ്യുന്നത് ഓംലെറ്റ് ഉണ്ടാക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓംലെറ്റ് ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം. ഓംലെറ്റ് ഇടുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓംലെറ്റ് ഏതെങ്കിലും ഒരു ചാറിൻ്റെ അകത്ത് കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ ആ ചാറ് അതിലോട്ട് ഇറങ്ങി ആ ഓംലെറ്റിന് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടും. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ചാറ് മാത്രമായിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു സുഖമില്ലാത്തത് കൊണ്ട്, ടേസ്റ്റ് ഇല്ല എന്നല്ല, ഞങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കഴിക്കാൻ കടിച്ചു മുറിക്കാൻ വേണമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഓംലെറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഓംലെറ്റ് ഉണ്ടാക്കുക. ഞാനിവിടെ സവോളയൊന്നും ഇടാതെ ഉപ്പും മുളക് പൊടി മാത്രം ഇട്ട് ഓംലെറ്റ് ഉണ്ടാക്കി ചെറിയ കഷ്ണങ്ങളാക്കുന്നു. എന്നിട്ട് അത് ഈ പറഞ്ഞ പുളിങ്കറിയിൽ ഇട്ട് കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 1 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കുക. ഈ ഓംലെറ്റ് മുഴുവനായിട്ട് ആ പുളിങ്കറിയുടെ അകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഈ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ പുളിങ്കറി കഴിക്കുന്നത്. അത് കഴിച്ചപ്പോണ്ടായ ഒരു ഇഷ്ടം കൊണ്ട് ആണ് ഇപ്പോൾ ഈ റെസിപ്പി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല രസത്തിൽ നമുക്കിത് കഴിക്കാം. അപ്പോൾ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.